നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. അന്ന് രഘുവേട്ടൻ വീട്ടിൽ വന്ന് മോളെ കാണാതായപ്പോയിട്ട് ഉടുപ്പിന്റെ കാര്യം ചോദിച്ചില്ലേ? അത് ശരിക്കും എന്തിനായിരുന്നു? അത് ഞാനൊന്ന് പറഞ്ഞില്ലേ, നമുക്ക് ആരോടെങ്കിലും ചോദിക്കുമ്പോ പെട്ടെന്ന് കുഞ്ഞിനെ തിരിച്ചറിയാൻ വേണ്ടി ഒരു അടയാളം പറയാൻ പറ്റുമല്ലോ എന്ന് ഓർത്തിട്ടാ. ഇതാ ഉടുപ്പ്. ഇതിപ്പോ എവിടെ നിന്ന് നിനക്ക് കിട്ടിയേ? അന്ന് നമ്മൾ വീട്ടിൽ മുഴുവൻ നോക്കിയല്ലേ? അതെ, പക്ഷെ ഇത് ഇന്ന് എനിക്ക് കിട്ടിയത്. വിനയേട്ടന്റെ കട്ടിലില് മെത്തയ്ക്കടിയിലാ ഇതുണ്ടായിരുന്നത്. ഓ ചിരു, ചായ കുടിക്ക. എന്റെ മനസ്സിലുള്ള സംശയം തുറന്നു പറഞ്ഞ ചീരു ചിലപ്പോ വയലന്റ് ആവാൻ സാധ്യതയുണ്ട്. അവള് ചിലപ്പോ എടുത്തു ചാടി വിനയനെതിരെ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തേക്കും. തൽക്കാലം ഒന്നും വിട്ടു പറയണ്ട. രഘുവേട്ടാ, എന്താ രഘുവേട്ടനൊന്നും പറയാത്തെ? ഞാൻ എന്താ പറയണ്ടെന്ന് ആലോചിക്കായിരുന്നു. വിനയേട്ടന്റെ കിടക്കടിയിൽ നിന്ന് ഇത് കിട്ടണമെങ്കിൽ വിനയേട്ടൻ തന്നെ ഇതെടുത്ത് ഒളിപ്പിച്ചു വെച്ചതായിരിക്കില്ലേ? അങ്ങനെ ഒരു കാര്യം എന്തിനാ വിനയേട്ടൻ ചെയ്ത? അതിപ്പോ വിനയൻ തന്നെ എടുത്തു വെച്ചാണെന്ന് നമുക്ക് ഉറപ്പില്ലല്ലോ. വേറെ ആര് വെക്കാനാ? ഞാൻ വെച്ചിട്ടില്ലെന്ന് എനിക്കറിയാം. അച്ഛൻ വെച്ചിരുന്നെങ്കിൽ എന്നോട് പറഞ്ഞേനെ. പിന്നെ ഇതെടുത്തു വെക്കാൻ വേറെ ആരും വീട്ടിലില്ലല്ലോ. ശരിയാ, എന്നാലും അതവിടെ എങ്ങനെ വന്നു നമുക്കറിയില്ലല്ലോ. ഇനി നമ്മൾ ചിന്തിക്കാത്ത എന്തെങ്കിലും കാരണം കൊണ്ട് അതവിടെ വന്നാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോ നമ്മൾ ചിന്തിക്കുന്ന കാരണം എന്താ? വിനയേട്ടൻ അതേപ്പറ്റി എന്തോ മറയ്ക്കുന്നുണ്ടെന്നല്ലേ? വിനയേട്ടൻ എന്തോ കള്ളത്തരം കാണിക്കുന്നുണ്ടെന്നല്ലേ? വിനയൻ എന്തിനാ കള്ളത്തരം കാണിക്കുന്നേ? നീ എന്തിനാ ചീരു വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കുന്നേ? അല്ല രഘുവേട്ടാ, വിനയേട്ടന്റെ പെരുമാറ്റത്തില് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. എനിക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. നീ വെറുതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടണ്ട. അതൊക്കെ നിന്റെ തോന്നലുകളാ. നിന്റെ കുഞ്ഞുങ്ങളുടെ അച്ഛനാണ് വിനയൻ. അതുകൊണ്ട് എനിക്ക് ഈ സംശയം കൂടുന്നത്. ഒരു കാര്യം ഉറപ്പാ രഘുവേട്ടാ, വിനയേട്ടൻ എന്റെ അടുത്തുനിന്ന് മറിച്ച് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അതെനിക്ക് ഉറപ്പാ. ഞാനെന്തായാലും ഇതിന്റെ ഒരു ഫോട്ടോ എടുത്ത് വെക്കാം. നീ ഉടുപ്പെടുത്ത് വെക്ക്. എന്നിട്ട് സമാധാനമായിട്ട് വീട്ടിലേക്ക് പോക്കോ. നമുക്കെന്താ ചെയ്യാൻ പറ്റുന്നേ നോക്കാം. ഞാനൊന്ന് തിരക്കാം. ഞാനൊന്ന് കുഞ്ഞിന്റെ ഉടുപ്പ് വെച്ചതേ ഇതിട്ട് കുഞ്ഞിനെ ആരെങ്കിലും കണ്ടോന്ന് തിരക്കാൻ വേണ്ടി മാത്രമാ. എനിക്ക് എന്താ ചെയ്യേണ്ടെന്ന് അറിയില്ല രഘുവേട്ടാ. എങ്ങനെയല്ല എനിക്ക് എന്റെ മോളെ തിരിച്ചു കിട്ടിയാൽ മതി. മോളെ നമുക്ക് കിട്ടും ചീരു. നീ ധൈര്യമായിട്ടിരിക്കുക. ഞാനൊന്ന് അന്വേഷിക്കട്ടെ. ഈ ഉടുപ്പിന്റെ പടം 1-2 പേരെ കാണിച്ചു നോക്കട്ടെ. എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഉടനെ തന്നെ ഞാൻ അറിയിക്കാം. തൽക്കാലം നീ കുഞ്ഞിനും കൊണ്ട് വീട്ടിൽ പോ. ശരി രഘുവേട്ടാ. രഘുവേട്ടാ, എന്താ ചെയ്തു? ഒന്നുമില്ല.
എന്താന്ന് പറ. ഒന്നുമില്ല, ഞാൻ ഇറങ്ങാം. സർ, രമേ, ആ ഉടുപ്പ് കണ്ടില്ലേ? കണ്ടു സർ. ഇതേ ഉടുപ്പ് തന്നെയാ ഞാനന്ന് മഞ്ജുള സാറിന്റെ വീട്ടിൽ കണ്ടത്. ഉറപ്പാണോ? അതെ, 100% ഉറപ്പാ. രമ പോക്കോ, എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ ആലോചിക്കട്ടെ. അല്ല രഘുന്താ ഇതൊന്നും മറ്റാരോടും പറയാതെ ഇക്കാര്യം എന്നോട് മാത്രം വന്ന് പറഞ്ഞത്? അത് കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയതിൽ വീണേനെ എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് അറിഞ്ഞാ ചിലങ്കി എങ്ങനെ പ്രതികരിക്കുന്ന അറിയാൻ പറ്റില്ല. അവള് വീണേനെ ആ നിമിഷം തന്നെ ഉപേക്ഷിച്ചു പോകാൻ ഇടയുണ്ട്. അതുകൊണ്ടാ ഇങ്ങനൊരു സംശയം ഉണ്ടായിട്ടും ഞാൻ ചിലങ്കയോട് പറയാതിരുന്നേ. എന്നാലും അവളുടെ ഉള്ളിലും ചില തോന്നലുകൾ ഉണ്ടാവില്ലേ? അതുകൊണ്ടല്ലേ ആ കുഞ്ഞുടുപ്പ് കണ്ടിട്ടിപ്പോൾ അവൾ അതുമായിട്ട് രഘുവിന്റെ അടുത്തേക്ക് വന്നത്? ആ, കുഞ്ഞിനെ കാണാതായ സമയത്ത് മോളിട്ടിരുന്ന ഉടുപ്പിനെ കുറിച്ച് അറിയാൻ ഞാൻ ചിരുവിന്റെ അടുത്ത് പോയിരുന്നു. അപ്പോ രണ്ടുപേർക്കും ഒരേപോലെ ഉടുപ്പായിട്ടിരുന്നേന്ന് ചിരു പറഞ്ഞു. അവൾ ആ വീട് മുഴുവൻ ആ ഉടുപ്പെന്നെ കാണിക്കാൻ വേണ്ടി തെരഞ്ഞതാ. പക്ഷേ അന്നത് കണ്ടെത്താനായില്ല. പക്ഷേ ഇന്നത് കിട്ടിയ ഉടനെ എന്നെ കാണാൻ വേണ്ടി ഓടി വന്നതാ ചിരു. ഞാൻ എന്തിനു വേണ്ടിയാ ഉടുപ്പ് തിരക്കിയെന്നാ അവൾക്ക് അറിയേണ്ടിയിരുന്നേ. പക്ഷെ അവൾക്ക് സംശയമൊന്നും ഉണ്ടാവാത്ത രീതിയിൽ ഞാൻ ഓരോന്ന് പറഞ്ഞൊഴിഞ്ഞു. എങ്കിലും അങ്കിള് പറഞ്ഞ പോലെ ചിലങ്കയുടെ ഉള്ളിലെ സംശയത്തിന്റെ തീപ്പൊരികൾ വീണിട്ടുണ്ട്. ഹലോ. ഹലോ സൗമ്യ, എന്തൊക്കെയുണ്ട് വിശേഷം? ആ സുഖം. വയ്യായികയൊക്കെ എങ്ങനെയുണ്ട്? കുറവുണ്ടോ? എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ആ, നീ നിന്റെ വീട്ടിൽ തന്നെയാണോ? ആ അതെ. വീട്ടിലെല്ലാവർക്കും സുഖമല്ലേ? ആരാ സൗമ്യ? രമ്യ. ഹലോ. എന്താ രമേത്? ഞാൻ പറഞ്ഞിട്ടില്ലേ സൗമ്യ ഫോണിൽ വിളിക്കരുത്? സാർ, അത് ഞാൻ സാറിന്റെ ഫോണിൽ വിളിച്ചിരുന്നു, പക്ഷേ കിട്ടിയില്ല. അതാ ഞാൻ സൗമ്യയുടെ ഫോണിൽ വിളിച്ചത്. അപ്പുറത്തെ വീട്ടിലെ കുഞ്ഞ് ഇപ്പോഴും അവിടെ ഉണ്ടോ സാർ? അതെ, സൗമ്യ എപ്പോഴും നോർമൽ ആയിട്ടില്ല. കുഞ്ഞിനെ മാറ്റി അവള് കിടന്ന് ബഹളം വയ്ക്കും. അതുകൊണ്ട് ഈ കുഞ്ഞിനിപ്പോ പാല് കൊടുക്കുന്ന പോലും സൗമ്യ. ദേവി ഏത് സൗമ്യയുടെ ഫോണിൽ വിളിക്കരുത്. അത് സാർ, ഞാൻ സൗമ്യക്ക് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയാ വിളിച്ചത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, സാറിനെ വിളിച്ചിട്ട് കിട്ടിയില്ല. അതെനിക്ക് മനസ്സിലായി. സൗമ്യക്ക് പഴയ കാര്യങ്ങൾ ഓർമ്മ വന്നാ അവളുടെ അസുഖം കൂടുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ട്. അതുകൊണ്ടാ വിളിക്കരുതെന്ന് ഞാൻ പറഞ്ഞത്. ശരി സർ, ഇനി ഞാൻ വിളിക്കില്ല. ഓക്കെ, ശരി. സാർ, അവരാ വീട്ടിൽ തന്നെ ഉണ്ട്. മനസ്സിലായി. നമുക്ക് ഇന്ന് തന്നെ അവരുടെ വീട്ടിൽ പോണം.
വിനയേട്ടൻ എന്തിനാ ഇങ്ങനെ അഭിനയിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ എന്ത് ചെയ്തെന്നാ നീ പറയുന്നേ? ഇന്ന് പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ നടത്തിയ നാടകത്തെക്കുറിച്ച് ഞാൻ പറയുന്നത്. സത്യങ്ങളാ ഞാൻ അവിടെ പറഞ്ഞത്. അതാണോ നിനക്ക് നാടകം? ആ അതെ, നിങ്ങൾ ഒരിക്കലും എന്റെ മക്കളെ സ്നേഹിച്ചിട്ടില്ല. ആ നിങ്ങൾ കുഞ്ഞിന്റെ ഓർമ്മയ്ക്ക് ഉടുപ്പ് സൂക്ഷിച്ചല്ലേ? അത് ഞാൻ വിശ്വസിക്കണോ അല്ലേ? നിനക്ക് കുഞ്ഞിനെ കുറിച്ച് എന്തെങ്കിലും അറിയാമെങ്കിൽ അത് നീ തുറന്നു പറവിനെയാ. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? എന്റെ ചോരയിൽ പിറന്ന കുഞ്ഞുങ്ങളെ ഞാൻ സ്നേഹിക്കാതിരിക്കുവോ? പിന്നെ ആരുടെ മുമ്പിൽ ഞാൻ പ്രശ്നമൊന്നും നടത്തില്ല, അത് ശരിയാ. അതിനർത്ഥം എനിക്കെന്റെ മക്കളോട് സ്നേഹമില്ലെന്നാണോ? വിനയേട്ടൻ ആരുടെ മുമ്പിൽ വേണേലും അഭിനയിച്ചോ, പക്ഷെ എന്റെ അടുത്ത് വേണ്ട. സമ്മതിക്കില്ല ഞാൻ. അപ്പൊ നീ എന്താ ഉദ്ദേശിക്കുന്നത് ചീരു? എന്റെ കുഞ്ഞിനെ ഞാൻ തന്നെ മാറ്റിയതാണെന്നോ? അതാണോ നീ പറഞ്ഞു വരുന്നത്? അങ്ങനെയല്ലല്ലോ ഇവള് പറഞ്ഞത്. നീ എന്തിനാ വിനയ എഴുതപ്പുറം വായിക്കുന്നത്? പിന്നെ എന്താ ഈ പറഞ്ഞതിന്റെ ഒക്കെ അർത്ഥം? ഇന്ന് വരെ എന്റെ കുഞ്ഞുങ്ങളെ സ്നേഹത്തോടൊന്ന് നോക്കിയിട്ടുണ്ടോ വിനയേട്ടൻ? ആ നിങ്ങള് കുഞ്ഞിനെ ഓർത്ത് ഉടുപ്പ് സൂക്ഷിച്ചല്ലേ? കൺമുമ്പിലുള്ളപ്പോ ഒന്ന് എടുത്തെന്നോ കൊഞ്ചിച്ചെന്നൊന്നും വരില്ല. പക്ഷെ കാണാതായ നിമിഷം മുതൽ ഞാൻ അനുഭവിക്കുന്ന വേദന നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. ആരുടെയും മുമ്പിൽ മനസ്സ് തുറക്കാതെ കരഞ്ഞു തീർക്കായിരുന്നു ഞാൻ ഒറ്റയ്ക്ക്. ഇപ്പോഴും നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ല അല്ലേ? നിങ്ങളൊക്കെ വിശ്വസിപ്പിക്കാൻ ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? നീ എന്തായി കാണിക്കുന്നേ? നിങ്ങളെ ഞാൻ വിശ്വസിപ്പിച്ചേരാം. ഏയ്, അതോടെ എല്ലാവരും സംശയം തരുമല്ലോ. വിനയം, ഞാൻ വിശ്വസിപ്പിച്ചേരാം. എന്താണ് ഈ കാണിക്കുന്നത്? പുറപ്പാടത്. എടാ വിനയം, വിനയം മോളെ, എന്താ വിനി കാണിക്കുന്നത്? നിനക്കുള്ളതെല്ലാം അവിടെ ഇരിപ്പുണ്ട്. എന്നാ ചായ കുടിച്ചിട്ട് കുളിക്കാം, നല്ല വിശപ്പ്. ശരി മോളെ. അച്ഛാ, ആ അച്ഛാ, അച്ഛാ, എന്താ മോളെ? അച്ഛാ, അച്ഛൻ രഘുവേട്ടനെ ഉടനെ വിളിച്ച് തിരിച്ചു വരാൻ പറയണം. എന്തിന്? അതൊക്കെ ഞാൻ പിന്നെ പറയാം. അച്ഛൻ ആദ്യം രഘുവേട്ടനെ വിളിച്ച് പെട്ടെന്ന് തിരിച്ചു വരാൻ പറ. എന്റെ അമ്പിളി, രഘു കമ്പനിയുടെ ആവശ്യത്തിന് ഒരാളെ കാണാൻ പോകുന്നു പറഞ്ഞാൽ ഇവിടുന്ന് ഇറങ്ങിയത്. അപ്പൊ അവൻ പോയ കാര്യം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരട്ടെ. പോയ കാര്യം അങ്ങനെ സാധിക്കാൻ ഞാൻ ജീവിച്ചിരിക്കുമ്പോ സമ്മതിക്കില്ല അച്ഛാ. എന്നെ ഒരുത്തി ഇവിടെ ഇട്ടിട്ട് രഘുവേട്ടൻ അങ്ങനെ കാര്യം സാധിക്കാൻ നടക്കണ്ട. ഞാൻ അതിന് സമ്മതിക്കില്ല. അച്ഛൻ വേഗം ഒന്ന് രഘുവേട്ടനെ വിളിക്ക്. എന്താ ചേച്ചി, എന്താ പ്രശ്നം? എന്താ അച്ഛാ? ആ എനിക്കറിയില്ല. രഘു കോയമ്പത്തൂർ വരെ അത്യാവശ്യമായിട്ട് പോയതാ. ഇപ്പൊ തിരിച്ചു വിളിക്കണമെന്നാ ഇവള് പറയുന്നത്. അതെന്താ? അതന്നെ എനിക്ക് മനസ്സിലാവാത്തത്. രഘുവേട്ടൻ പോയത് കമ്പനിയുടെ കാര്യത്തിനൊന്നും അല്ല. അതുകൊണ്ടാ തിരിച്ചു വിളിക്കാൻ പറയുന്നത്. ഞാൻ വിളിച്ച രഘുവേട്ടൻ അത് സീരിയസ് ആയിട്ട് എടുക്കില്ല. എന്തെങ്കിലും പറഞ്ഞ് കോള് കട്ട് ചെയ്യുകയും ചെയ്യും, തിരിച്ചു വരികയില്ല. പക്ഷെ അച്ഛൻ വിളിച്ച് തിരിച്ചു വരാൻ പറഞ്ഞ അപ്പൊ തന്നെ തിരിച്ചു വരും. അതെനിക്ക് ഉറപ്പാച്ചാ. അവൻ പോയ കാര്യം നടത്താതെ ഇങ്ങോട്ട് തിരിച്ചു വരാൻ വേണ്ടി അവനോട് ഞാൻ എന്തിനാ അമ്പിളി പറയുന്നേ? ഞാൻ പറഞ്ഞില്ലേ അച്ഛാ, രഘുവേട്ടൻ പോയത് കമ്പനിയുടെ കാര്യത്തിനൊന്നും അല്ല. പിന്നെ തിരിച്ചു വിളിക്കുന്നത് കൊണ്ട് എന്താ കുഴപ്പം? വേറെ എന്ത് കാര്യത്തിന് രഘു പോയെന്നാ നീ പറയുന്നത്? അതിപ്പോ ഞാൻ എങ്ങനെ അച്ഛാ പറയുന്നേ? ദേ, ഇപ്പൊ സംസാരിക്കുന്ന പോലെ അങ്ങ് പറഞ്ഞാ മതി, ഞങ്ങൾക്ക് മനസ്സിലാവും. ഒന്നും മിണ്ടാതിരിക്കും മഞ്ചാടി. മനുഷ്യൻ ഇവിടെ അടിമുടി വിറച്ച് നിക്ക. നീ കാര്യം എന്താന്ന് പറയാൻ വിളി. അത് രഘുവേട്ടൻ ഒറ്റയ്ക്കല്ല അച്ഛാ പോയത്. അതിനെന്താ? രഘുവേട്ടൻ കമ്പനിയിലെ ഒരു പെണ്ണിനെ കൊണ്ടാ പോയിരിക്കുന്നത്.
അല്ല, നമ്മുടെ രമ എവിടെ? ഇന്ന് ജോലിക്ക് വന്നില്ലേ? വന്നിരുന്നു. ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു. കുറച്ചു മുമ്പ് എന്തോ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞു പോയി. കേട്ടോ ചേടി, നിന്നോട് ആരതൊക്കെ പറഞ്ഞത്? ഒന്ന് പോയ അമ്പിളി ചേച്ചി, ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കോ? അതെന്റെ രഘുവേട്ടൻ. നിന്നോടാരാ ഈ നുണയൊക്കെ പറഞ്ഞത്? നോണയല്ല അച്ഛാ, സത്യമാ. രഘുവേട്ടൻ ഇവിടുന്ന് പോയ അതേ സമയത്താ അവളും കമ്പനിയിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നെ. അച്ഛൻ രഘുവേട്ടനെ വിളിച്ച് വേഗം തിരിച്ചു വരാൻ പറ. നടക്കില്ല അമ്പിളി. രഘു നിന്നെയും കുഞ്ഞിനെയും മറന്ന് ബൈക്കും എടുത്ത് മറ്റൊരു സ്ത്രീയുടെ കൂടെ പോയെന്നൊക്കെ സാക്ഷാൽ ഈശ്വരൻ മുന്നിൽ വന്നതെന്ന് പറഞ്ഞാൽ പോലും ഞാൻ വിശ്വസിക്കില്ല. കുട്ടിക്കാലം മുതൽ എനിക്കറിയാവുന്ന രഘുവിനെ അവൻ ഒരിക്കലും അങ്ങനെ ഒരു കാര്യം ചെയ്യില്ല. ഞാനും അങ്ങനെയൊക്കെ തന്നെയാ വിശ്വസിച്ചിരുന്നേ. പക്ഷെ ഈയിടെയായിട്ട് രഘുവേട്ടന് എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട്. ഇതെന്തോ നോണ പറഞ്ഞ് രഘുവേട്ടൻ ഇവിടുന്ന് പോയത് അതെനിക്ക് ഉറപ്പാച്ചാ. ചേച്ചി ഇതൊക്കെ തനിയെ ആലോചിച്ചു കൂട്ടി സ്വയം ഓരോ കഥകൾ മനസ്സിലുണ്ടാക്കി വെച്ചിരിക്കുന്ന രഘുവേട്ടന്റെ സ്വഭാവം എന്താന്ന് എല്ലാവർക്കും അറിയാം. ദേഷ്യം വന്ന ആരെങ്കിലും തല്ലിയെന്നോ വഴക്കുണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞ് വിശ്വസിക്കാം. പക്ഷെ ഇതാരും വിശ്വസിക്കില്ല ചേച്ചി. ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത് വളരെ മോശം. പിന്നല്ലാതെ. ഞാൻ ഇതൊന്നും അറിയാതെ പറയുന്നതല്ലച്ചാ. ഇപ്പൊ പോയ ആ സ്ത്രീയും രഘുവേട്ടനെയും ഇതിനു മുമ്പ് എനിക്ക് സംശയം ഉണ്ടായിരുന്നതാ. നിനക്ക് ഇതിനു മുമ്പ് രഘു ആ തട്ടുകട നടത്തിയിരുന്നപ്പോഴും നല്ല സംശയം ഉണ്ടായിരുന്നു. അന്ന് നീ രഘുവിനെ എന്തൊക്കെ പറഞ്ഞെന്ന് എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. ഇപ്പഴേ ഒരു കമ്പനിയൊക്കെ തുടങ്ങി ജീവിതം വലിയ കുഴപ്പമില്ലാതെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുക. ഈ സമയത്ത് നിന്റെ തോന്നലുകളും സംശയങ്ങളും പറഞ്ഞും വെറുതെ കുടുംബത്തിന്റെ സമാധാനം നശിപ്പിക്കരുത് അമ്പിളി. നിങ്ങളെന്താ ഞാൻ പറയുന്നത് മനസ്സിലാക്കാത്തെ? രഘുവിനെയും നിന്നെയും എനിക്ക് നന്നായിട്ട് അറിയാവുന്നുണ്ട് തന്നെ. അച്ഛൻ രഘുവേട്ടനെ ഒന്ന് വിളിക്കുന്നുണ്ടോ? ഇല്ല, ഞാൻ തിരിച്ചു വിളിക്കില്ല. രഘു പോയ കാര്യമൊക്കെ കഴിഞ്ഞ് ഇങ്ങ് തിരിച്ചു വരട്ടെ. ഞാൻ രഘുവിനെ വിളിക്കുന്ന പ്രശ്നമില്ല. നീയും അവനെ വിളിച്ച് ബുദ്ധിമുട്ടിക്കരുത്. പിന്നെ എന്തുണ്ടെങ്കിലും രഘു തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. അത് മതി അമ്പിളി. തിരിച്ച് അച്ഛനുമാവേ. ആ ഇതാ അമ്മ വന്നല്ലോ, അമ്മ വന്നല്ലോ. ആ അച്ഛാ, ഞങ്ങള് ചീരൂന്റെ അച്ഛനൊന്ന് കാണാൻ പോവാ. മാഷിനോട് ഞാൻ ചെയ്ത തെറ്റുകൾക്കെല്ലാം എനിക്ക് നേരിട്ട് കണ്ട് മാപ്പ് പറയണം. കുഞ്ഞിനെ കൊണ്ടുവരുന്നുണ്ട്.
അല്ല സൗമ്യ, അവൾക്ക് ടാബ്ലറ്റ് കൊടുത്തു. അവള് നല്ല ഉറക്കോ. കുഞ്ഞിനെ അടുത്ത് അവൾ അറിഞ്ഞിട്ടില്ല. നിങ്ങൾ വേഗം കൊണ്ടുപോയിക്കോ. കുഞ്ഞിനെ ഇങ്ങ് തന്നേക്ക്. എന്നാ ഇനി സമയം കളയുന്നില്ല, ഞങ്ങൾ പോട്ടെ. നേരെ ഒരുപാടായി. ശരി സർ. പോട്ടെ. ശരി. ശരി. മോളെ, അയ്യോ എന്താച്ചാ, എന്ത് പറ്റി? അച്ഛൻ ഉറങ്ങിയില്ലേ ഇതുവരെ? ഇല്ല, ഞാൻ വെള്ളം എടുക്കാൻ നോക്കിയപ്പോ ഗ്ലാസ് തട്ടി പോയി. അയ്യോ, വെള്ളം മുഴുവൻ തറയിൽ പോയല്ലോ. വെള്ളം വേണോ അച്ഛന് വേറെ? അമ്പിളി, നീ ഇതുവരെ കിടന്നില്ല അമ്പിളി? നേരം പാതിരാത്രി കഴിഞ്ഞല്ലോ. കിടന്നിട്ട് ഉറക്കം വന്നില്ല അച്ഛാ. എനിക്കും ഉറക്കം കൂടി ശരിയായില്ല. മനസ്സിന് എന്തോ ഒരു ആകുലത. നിനക്ക് രഘു പോയതിന്റെ ആവും അല്ലേ? ഏയ്, അത് മാത്രമല്ല അച്ഛാ. ചീരും വിനീനും ഇവിടെ വന്നെങ്കിലും എനിക്കെന്തോ അവളുടെ കാര്യത്തില് വീണ്ടും ഒരു ആദ്യ. വണ്ടി ഓടിക്കാൻ കൂടി എന്നെ കൊണ്ടുപോയത്. പക്ഷെ വണ്ടി ഓടിച്ചത് മുഴുവൻ രഘുവേട്ടനാ. എന്നിട്ട് പോരാ നേരം കാശും തന്നു. ഇന്നത്തെ കാലത്ത് ഇത്തരം ആളുകളൊക്കെ ഉണ്ടോ? സാധാരണ ചെയ്യുന്ന ജോലിക്ക് പോലും കൂലി തരാത്ത കാലമാണ്. അപ്പോഴാ ചെയ്യാത്ത ജോലിക്ക് ശമ്പളം തരുന്നത്. അതെ, ഞാൻ വേണ്ടാന്ന് പലതവണ പറഞ്ഞിട്ടും നിർബന്ധിച്ച് കാശ് തരുമായിരുന്നു. ഏതായാലും ഭാഗ്യം. ചെന്ന് പെട്ടത് മനുഷ്യത്വമുള്ള ആൾക്കാരുടെ അടുത്താണല്ലോ മോനെ. അമ്മ പറഞ്ഞ ശരിയാ. എനിക്ക് രഘുവേട്ടനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. മിക്കവാറും രഘുവേട്ടന്റെ കമ്പനി തന്നെ എനിക്ക് ജോലി ശരിയാവും. ഓ, മനസ്സിനൊരു സമാധാനായി. നിന്റെ കാര്യം കൂടി ഒന്ന് ശരിയാകണേ എന്നുള്ള പ്രാർത്ഥനയിലായിരുന്നു ഞാൻ. ആ മോളെ, നീ ദാസേട്ടൻ കൊണ്ടുവന്ന ആലോചനയെ പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ. അത് അന്നേ ഞാൻ പറഞ്ഞല്ലേ അമ്മേ. എന്തു പറഞ്ഞോന്ന്? നീ എന്തിനാ ഉഴപ്പുന്നേ? കേട്ടിടത്തോളം ഇത് വളരെ നല്ല ആലോചനയാ. അതേ മോളെ, നിന്റെ തീരുമാനം അറിഞ്ഞിട്ട് വേണം അവരോടൊരു മറുപടി പറയാൻ. നിങ്ങൾക്കൊക്കെ എന്താ പറ്റിയത്? ഇപ്പോ എന്റെ വിവാഹമാണോ അത്യാവശ്യം? ഈ വീടിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു കല്യാണത്തെ കുറിച്ച് ആലോചിക്കാൻ പറ്റുമോ? അത് പിന്നെ ദാസേട്ടൻ സഹായിക്കാന്ന് പറഞ്ഞിട്ടില്ലേ? അങ്കിൾ അങ്ങനെ പറഞ്ഞത് അദ്ദേഹത്തിന്റെ വലിയ മനസ്സ് എന്ന് കരുതി അത് മുതലെടുക്കണോ? അല്ലെങ്കിൽ തന്നെ ഒരു പ്രായമായ ഉടനെ തന്നെ പെൺകുട്ടികളെ വിവാഹം കഴിച്ച് അയപ്പിക്കുന്ന എന്തിനാ? വിവാഹമാണോ ഒരു പെണ്ണിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം? അതോ ഇനി ഞാൻ നിങ്ങൾക്കൊരു ഭാരമാണോ ധൃതി വെച്ച് എന്നെ കല്യാണം കഴിപ്പിച്ചു വിടാനായിട്ട്?
നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? അമ്മ നിന്നെ നല്ലതിനു വേണ്ടി പറഞ്ഞല്ലേ? ഇത് നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് എന്റേതായ ആഗ്രഹങ്ങളുണ്ട്. അത് കഴിഞ്ഞു മതി വിവാഹം. അത് നീ കഴിക്കുന്നില്ലേ മോളെ? വേണ്ട, വയറ് നിറഞ്ഞു. കഴിച്ചിട്ട് പോ മോളെ. എനിക്കൊന്നും വേണ്ട. കണ്ടോ, എന്നോടുള്ള ദേഷ്യം കൊണ്ട് അവള് കഴിക്കാതെ പോയത്. അതൊന്നുമല്ല, അവൾക്കിപ്പോ വിവാഹത്തിനോട് താല്പര്യം കാണില്ല. അവൾക്ക് താല്പര്യമുള്ള സമയത്ത് അതേക്കുറിച്ച് ചിന്തിച്ചാ മതി. അതെ, വിവാഹശേഷം ജീവിക്കേണ്ടത് അവളാ. അതുകൊണ്ട് ആ കാര്യത്തിൽ അവളുടെ തീരുമാനമാണ് വലുത്. ഇപ്പൊ നിങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി, ഞാൻ അങ്ങ് പുറത്തുപോയി. എനിക്ക് ചിരിയൊന്നും വരുന്നൊന്നുമില്ല. വേണമെങ്കിൽ വന്ന് കഴിക്കാൻ നോക്ക്. അതോ ഇനി നിങ്ങൾക്കും അവളെ പോലെ ഭക്ഷണമൊന്നും വേണ്ടേ? ആര് പറഞ്ഞു വേണ്ടെന്ന്? നീ വിളമ്പ്, ഞങ്ങളെ വന്ന് നന്നായിട്ട് കഴിച്ചോളാം. അല്ല മോനെ? ആഹാ. നീ വാടാ, നമുക്ക് കഴിക്കാം. കുഞ്ഞിനെ തിരിച്ചു കിട്ടിയതുകൊണ്ട് മാത്രം ഈ കേസ് അവസാനിപ്പിക്കാൻ പറ്റില്ല. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ അതാരായാലും അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്തം ഞങ്ങൾക്കുണ്ട്. എന്താ വിനയ, കണ്ടെത്തണ്ടേ? അതെ, കറക്റ്റാ മാഡം. ഈശ്വരൻ എനിക്ക് എന്റെ കുഞ്ഞിനെ തിരിച്ചു തന്നു. എനിക്കത് മതി. ഇനി ഇതിന്റെ പുറകെ ഈ 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് നടക്കാൻ എനിക്ക് വയ്യ മാഡം. മാഡം എന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കണം. എന്റെ കുഞ്ഞ് കുറച്ചു ദിവസം ഏതെങ്കിലും ഒരു ബന്ധുവിന്റെ അടുത്തായിരുന്നു എന്ന് ഞാൻ കരുതിക്കോളാം. ചിലങ്കയുടെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാവും. എനിക്കും ഇതുപോലെ 3 മാസം പോലും പ്രായമാകാത്ത ഒരു കുഞ്ഞുണ്ട്. അതുകൊണ്ട് ചിലങ്ക ഇങ്ങനെ ചിന്തിക്കാൻ കാരണം എനിക്ക് മനസ്സിലാവും. അതുകൊണ്ട് മാത്രം ഞാൻ ഇതിനെ അങ്ങ് അനുകൂലിക്കുക. നിങ്ങൾക്ക് പരാതിയൊന്നുമില്ലെന്ന് എഴുതി തന്ന ഈ കേസ് നമുക്ക് ഇവിടെ വെച്ച് അങ്ങ് അവസാനിപ്പിക്കാം. ശരി മാഡം. വിനയൻ എന്തോന്നും പറയാത്തെ? തനിക്ക് അഭിപ്രായമൊന്നുമില്ലേ? അത് പിന്നെ ചിലങ്കയുടെ അഭിപ്രായം തന്നെയാ എനിക്കും. അതാ എല്ലാവർക്കും നല്ലത്, അല്ലേ വിനയ? ആ, ചില കേസുകൾ ഇങ്ങനെയാ. പലതും അറിഞ്ഞു വെച്ചുകൊണ്ട് നമുക്കൊക്കെ കണ്ണടക്കേണ്ടി വരും. അത് ഒരിക്കലും ഒരു രക്ഷപ്പെടലാണെന്ന് കരുതണ്ട. ഒരു ക്രിമിനലും അല്ലേ? അതെ അതെ. മാഡത്തിനോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ഇതെന്റെ ഡ്യൂട്ടി അല്ലേ, ഞാനത് ചെയ്തു എന്ന് മാത്രം കരുതിയാ മതി. പിന്നെ ഇനിയെങ്കിലും ചുറ്റുമുള്ളവരെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം. കുഞ്ഞുങ്ങളുടെ കാര്യത്തില് നല്ല ശ്രദ്ധയും വേണം. അല്ലെങ്കിൽ ഇതുപോലെ ഇനിയും ദുഃഖിക്കേണ്ടി വരും. ശരി മാഡം. എന്നാ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ മാഡം. പോയിട്ട് തിരക്കുണ്ടാവുമല്ലേ? കേസ് പിൻവലിക്കുകയാണെന്ന് എഴുതി കൊടുത്തിട്ട് പോയിക്കോ. താങ്ക് യു മാഡം. താങ്ക് യു മാഡം. ശരി, പോയിക്കോ. സൂക്ഷിച്ചു.